വഡ്ഡി ബംഗാൾ ടൈഗർ ചെയ്യുമോ? കുറെ ആയി പറയുന്നു. ചെയ്തിരിക്കും. ആദ്യം ആ പടം ഒന്ന് കണ്ടു തീർത്തോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. സിനിമ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. എന്താ എനിക്ക് പറയാനുള്ളത്? ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് മാറ്റി വെക്കുക. മാറ്റി വെച്ചു. കൂടാതെ സിനിമയ്ക്കകത്ത് ലോജിക് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു പോയത്. അപ്പൊ തുടങ്ങാം. ഒരു കഥ சொல்லிட்டா சார். ஒரு தேவையில்ல. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെളിക്കുണ്ടില് ഹീറോ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഹീറോയാണ് ആകാശ്. ഈശ്വര കണ്ണു തുറന്ന് ദേ ഒരു തോക്ക്. ആ എണ്ണീറ്റ് ഒരു മനുഷ്യനല്ലേ അത്? എടാ ഭീകരാ ഭയങ്കര. ഒരു കാർ വന്ന് നമ്മുടെ ഹീറോ ആയ ആകാശിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവന്റെ ഓർമ്മകൾ മിന്നി മറയുന്നു. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അവിടുന്ന് കട്ട് ചെയ്ത നേരെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ പണിയില്ലാത്ത കുറെ അവന്മാരെ ഇന്ന് ചീട്ട് കളിക്കുന്നു. ആ ചീട്ട് കളിക്കുന്നവന്മാരെ ഓരോരുത്തന്മാരായി ഓരോ ആളുകൾ വന്ന് തട്ടിക്കൊണ്ട് പോകും. ഉടനെ ഒരുത്തൻ വന്ന് ആകാശിനോട് പറയുകയാണ്, ആകാശ് പറയുന്നു, എനിക്കറിയാം ഇവന്മാരെ എങ്ങോട്ടാ കൊണ്ടുപോയത്, ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ ടൈറ്റിൽ കാർഡ്. പിന്നെ നായകന്റെ എൻട്രി വിസിലടി. ഈ വിസിലടി കേട്ടൊരു ഗുണ്ട ചോദിക്കുന്നു, അപ്പൊ കൂടെ വെക്കുന്ന ഒരുത്തൻ പറയുന്നത്, അതെന്തുവാടാ ആ വർത്താനം പറയുന്നത്? അപ്പൊ വിസിലടിച്ചില്ലേ ഇവൻ ഹീറോ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ മനസ്സിലായി, ഞാൻ പോയിക്കോട്ടെ. ആ ട്രാക്ടറിന്റെ മണ്ടക്കൂടെ ഇറങ്ങിയുള്ള എൻട്രി. പിന്നെ മാസ്. ഫ്രണ്ട്സ് മച്ചാன்னு கூப்பிடுவாங்க, பப்ளிக் மாஸ்னுவாங்க, வீட்ல ஆகாஷ்னுவாங்க. ஓ டயலாக்ஸ் கேட்டு கிளாப்ஸ் அடிக்கிறதுக்கு எங்க ஃபேன்ஸ் எல்லாம் இல்ல. அப்ப ആരാണ് പറഞ്ഞത് രവിയാണന് ഫാൻസ് ഇല്ലെന്ന്? ഞാൻ ഒരു ഡൈ ഹാർഡ് ഫാനാണ്. ആ ഗുണ്ട പറയുന്നു, ആദ്യം ഈ കളം വീട്ടടാ, എന്നിട്ട് നീക്ക് ഇവനെ കൊണ്ടുപോകും. பேட்டிங் கட்டின 2 லட்சத்தை முதல்ல எடுத்து வை, அதுக்கப்புறம் இவனுங்களை கூட்டிட்டு போ. അപ്പൊ തന്നെ അണ്ണന്റെ ഒരു ഡാൻസ്. ഓ വീണ്ടും തീർന്നില്ലയോ? ഇതെന്താ അറുതല മാസം? ഇത് ചിരിക്കുവാണോ കരയുവാണോ? ഇതെന്തോ റബ്ബർ ബാൻഡ് ഇവന്റെ ചെവിയാന്ന് പറഞ്ഞ് വലിച്ചു പറിക്കുന്നേ. ഈ ഇരിപ്പ് എവിടോ കണ്ടിട്ടുണ്ടല്ലോ. ആ ഗോഡ് ഫാദർ. ഇനി ഒരു കോമഡിയാ. எக்ஸசைஸ் பண்ற அப்புறம் அடிக்கிற, இதுக்கு நடுவுல காமெடி வேற பண்ற. അങ്ങനെ രവികണ്ണന്റെ ഈ കാട്ടപരാധം കണ്ടിട്ട് ഈ വില്ലന്മാര് പറയാം, നീ പൈസ തരണ്ട, ഒന്നും തരണ്ട, ഇവിടുന്ന് പൊക്കോ. இந்த நிமிஷத்துல இருந்து வெட்டிங்க மொத்தமா விட்டுறேன். പിന്നെ ഇൻട്രോ സോങ്. ആ ഇൻട്രോ സോങ്ങിൽ ഡാൻസ് കളിക്കാനായിട്ട് ഷോർട്ട് ഡ്രസ് ഇട്ട ഒരു നടി വേണം. ആകാശ് അണ്ണൻ വീട്ടിൽ യാതൊരു പണിയും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരുത്തനാണ്. പുള്ളിയുടെ ചേട്ടന്മാർക്കും ചേട്ടന്മാരുടെ വൈഫിനും ഇത് കൂടാതെ പുള്ളിയുടെ അമ്മയ്ക്ക് വരെ പുള്ളിയൊക്കെ പ്രായക്കുറവാ തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശ് പെണ്ണ് കാണാൻ പോയി. ഇതെന്തോ നോട്ടോ ആകാശ് അണ്ണ? പക്ഷെ പെണ്ണിന് ആകാശ് അണ്ണ ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അതെ, ഫെയിം ആയ ഒരുത്തനെ മാത്രമേ പെണ്ണ് കേട്ടു. ഇങ്ങനാണെങ്കിൽ വനിതവിന്റെ തിയേറ്ററിൽ പോയി നിന്നാ പോരെ. സോ ആകാശിന് ആഗ്രഹം തോന്നി, എങ്ങനെയെങ്കിലും ഫെയിം ആവണം. ഫെയിമായി ആ ഒരു ഈഗോ കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് മേലെ സ്കോർ ചെയ്യണം. എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനും വേണ്ടി നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. അതിനായിട്ട് ആകാശിന് ഒരു ഐഡിയ വേണം. അങ്ങനെ ആകാശ് ഫെയിം ആവാനുള്ള എല്ലാവിധ വഴികളും നോക്കി. രാവിലെ എന്നിട്ട് വീട്ടുകാരോട് പറയുക, ഞാൻ ഫെയിം ആവാൻ പോവാ. അങ്ങനെ ഇരിക്കെ അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ഇലക്ഷൻ നടക്കുന്നതിന്റെ അടുത്ത് ഒരു മന്ത്രി നിന്ന് പ്രസംഗിക്കുന്നു. ഇവൻ നേരെ ഒരു കല്ലെടുത്ത് ഈ മന്ത്രി അങ്ങേറി. എന്തിന്? ഫെയിം ആവാൻ വേണ്ടിയിട്ട്. പിറ്റേന്ന് ഇതേ മന്ത്രി ആകാശിനെ കാണാനായിട്ട് ജയിലിൽ പോകും. അവിടെ പിന്നെ കുറെ ചളി കണക്കുന്നു. ബട്ട് അവന്റെ ഈ മാസ് കണ്ട് ഈ മന്ത്രി പേടിക്കും. നീ പേടിക്കണം, അത്രേ ഉള്ളോ? ആ സ്റ്റേഷനിൽ വെച്ച് കാണിക്കുന്ന ഈ ചെയ്ത് കാട്ടപരാധങ്ങൾ കണ്ടിട്ട് ഈ മന്ത്രി ഇവന്റെ ഫാനായി മാറി. ഇവനെ കൂടെ കൂട്ടും. ഇത്രയും കണ്ടപ്പോ തന്നെ എന്റെ വയറടങ്ങി. ബാക്കി കാണണോ? കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ എന്തുവാന്ന് ഓർത്താ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പിറ്റേന്ന് നാട്ടിലെ ഹോം മിനിസ്റ്ററുടെ മകളായ ശ്രദ്ധ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വരുക. ഈ നാട്ടിലോട്ട് വരുമ്പോ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഈ ആകാശിനെ പറഞ്ഞു വിടും. 1000 பேரா இருந்தாலும் சரியா, ஒத்தையாள என்ன உங்க பண்ண கூட்டம்
ഗൈസ് ഇവിടെ ലോജിക് ഒന്ന് നോക്കല്. ആകാശ് സ്പോട്ടി പറയാണ് ഇവളെ ഞാൻ വളയ്ക്കും. நான் வந்தது உன் வருங்கால அண்ணி என் லவரை பிக்கப் பண்றதுக்காக. யார் மச்சான் அந்த பொண்ணு? நம்ம ஹோம் மினிஸ்டரோட பொண்ணுடா. പുള്ളിക്കാരി ആദ്യം ജാടയൊക്കെ ഇടുമെങ്കിലും സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ ഇവനെ തന്നെ പ്രേമിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാവില്ല. അതുകൊണ്ട് കുറച്ച് ജാട ആറ്റിറ്റ്യൂഡൊക്കെ ആദ്യം കാണിക്കും. പിന്നെ ഇവളെ സെറ്റാക്കാനുള്ള രീതിയിലുള്ള സ്റ്റോക്കിങ്ങിന് വേണ്ടി എന്തൊക്കെയോ ഈ ആകാശ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പോകുന്ന വഴിക്ക് ഒരു മകുണ്ടി വന്ന് ഈ റോഡിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കും. அவளை பிடிச்சி பீஸ் பீஸா வெட்டி அவ அப்பனுக்கு பார்சல் பண்ணிக்கிட்டு ഈ ഇരിക്കുന്നത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ஆகாஷ் பயப்படாதீங்க, பசங்க கல்யாணத்துக்கு வந்திருக்காங்க. പക്ഷെ അവിടെ ഇതേ ആകാശിന്റെ ഒരു മാസ് ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റ് കാണുമ്പോൾ തന്നെ നായികയ്ക്ക് ഇവനോട് ക്രഷ് ആവും. ഇതൊക്കെ എന്തോ ഷോട്ടടാ, വാളിത്തേരത്തിനൊക്കെ ഒരു പരിധി ഇല്ലയോ. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ടിസ്റ്റ്. അതായത് ഈ ആകാശ് തന്നെയാണ് ഈ വില്ലന്മാരോട് പറഞ്ഞത് ഞാൻ ശ്രദ്ധയും കൊണ്ട് വരുന്നുണ്ടെന്ന്. நான் தான் சார் இன்ஃபார்ம் பண்ணேன். ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാല് പോകുന്ന വഴിക്ക് പ്ലാനിങ് വേണ്ടല്ലോ എവിടെ നിന്ന് ഈ അറ്റാക്ക് വരുമെന്ന്. അതുകൊണ്ട് ഇത് ആദ്യമേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലന്മാരോട് നേരിട്ട് പറഞ്ഞത് ഞാൻ ഇന്നിടത്ത് വരും, അവിടെ വെച്ച് ഇതേ ഫൈറ്റ് കാണുന്നതാണ്. இப்போ வந்து அட்டாக் பண்ணுவான்னு நாம பயந்துட்டு இருக்க கூடாது சார். இனி அட்டாக் பண்ண நினைச்சாலே உயிர் போயிடுங்கிற பயம் அவனுக்குள்ள இருக்கணும். മിനിസ്റ്ററിന്റെ വീട്ടിൽ കോമഡിക്കായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് മിനിസ്റ്ററിന്റെ അനിയൻ. ഈ പുള്ളിക്കാരൻ സിനിമ ആക്ടർ ആവണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു ക്യാരക്ടറെ കൊണ്ട് വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അത് നമുക്ക് പോവോ പറയാം. தமிழ் சினிமா உலகத்தை இனிமேல் ஏன் நடிப்பால தான் காப்பாற்ற முடியும். ശ്രദ്ധ ഇതേ മിനിസ്റ്ററോട് പറയും നിങ്ങൾ എന്തിനാണ് ആകാശിനെ മറ്റൊരു മിനിസ്റ്ററുടെ കൂടെ നിർത്തുന്നത്? അവനെ നമ്മുടെ കൂടെ നിർത്തണം, എങ്കിൽ മാത്രമേ നമ്മൾ പവർഫുൾ ആകത്തുള്ളൂ. நம்ம கிட்ட வேலை செய்யற ஆளுங்க எல்லாருமே நம்மளை விட ரொம்ப ஷார்ப்பா இருக்கணும். ഇത് കണ്ട് ഈ മിനിസ്റ്റർ ആകാശിനെ ഫോൺ വിളിച്ചിട്ട് പറയും എടാ നിനക്ക് ഞങ്ങളോടെ നിൽക്കാൻ പറ്റുമോ? என்கிட்ட வந்து வேலை செய்றியா? ആകാശ് അപ്പോൾ ഓൾറെഡി ഒരു മിനിസ്റ്ററുടെ കൂടെ ഒരു കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആകാശ് ആ മിനിസ്റ്ററെ നടു റോഡിൽ നിർത്തിയിട്ട് ഈ മിനിസ്റ്ററുടെ കൂടെ പോകും. இப்படி நடு ரோட்ல விட்டு போறியடா, எனக்கு டிரைவிங் கூட தெரியாது. ലോജിക്ക് നോക്കുന്നില്ല കേട്ടോ. ഇവനൊക്കെ എന്തോ വെച്ചാണോ കഥ എഴുതിയത്. ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് ആ മിനിസ്റ്ററിന് ആകാശിനോട് കലിപ്പാവും. போஷனுக்காக என்ன மாதிரி ஒரு மினிஸ்டர் நடு ரோட்ல விட்டு போடுவானா? ഈ ഒരു ഹോം മിനിസ്റ്ററിന് ഒരു ഫാമിലി ജോൾസൺ ഉണ്ട്. അത് വെച്ചിട്ട് കുറെ കോമഡി സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. I am Arjun, still virgin. அப்படின்னா ராத்திரி கையில விலங்கு மாட்டிட்டா படுப்பீங்க. ഈ ഒരു സീൻ വെച്ച് ഈ CM-ന്റെ ഒരു അനിയനില്ലേ അവന് പ്രാന്തളിയിട്ട് ഓരോ വാളിത്തരം അവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. பதவி பிரமாணத்தை கூட பார்த்தே தப்பா படிச்ச பரதேசிடா நீ. എന്തുവാടാ ഇത്? കെട്ടിയോളെ ആദ്യം തല്ലുന്നത്, പിന്നെ മോനെ തല്ലുന്നത്, டாடி அம்மாவே அடிக்கிறீங்களா? உன்னை அடிப்படா. പിന്നെ മോളെ തല്ലുന്നത്. அண்ணாவை எதுக்காக அடிச்சீங்க? உனக்கு வச்சிருக்க வாங்கிக்க. എടാ ഇത് സ്പൂഫ് വേണം, അതെങ്കിൽ അങ്ങനെ പറ. വെയിറ്റ് ഇതെല്ലാം പുള്ളിയുടെ ആക്ടിങ് ആയിരുന്നു. நீங்களே இப்படி ஷாக் ஆயிட்டீங்கன்னா நாளைக்கு நான் மேக்கப் போட்டு ஃபீல்டுக்குள்ள வந்துட்டா தமிழ்நாட்டு ரசிகர்களோட நிலைமை என்ன? ഇവന് സിനിമാ നടനാണെന്നല്ലേ ആഗ്രഹം. അതുകൊണ്ട് ഈ ഹോം മിനിസ്റ്ററെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച വാളിത്തരം കാണിച്ചതൊക്കെ, അതായത് ഇവന് സിനിമാ നടനാണോ അത് എല്ലാരും വിശ്വസിക്കുന്ന രീതി കാണിച്ച ആക്ടിങ് ആയിരുന്നു ഇതൊക്കെ. നായകന്റെ കോമാളിത്തരം ഒരു സൈഡിലുണ്ട്, അതുകൂടാതെ ഇവന്റെ വാളിത്തരം. ഒടുവിൽ ശ്രദ്ധയെ പെണ്ണ് കാണാനായിട്ട് ഒരു ചെറുക്കൻ വരും. പക്ഷെ അവിടെ വെച്ച് ഈ ശ്രദ്ധയ്ക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചെറുക്കനെയാണ്. അവിടെ വെച്ച്, അതായത് പെണ്ണ് കാണുന്നിടത്ത് വെച്ച് അവര് തമ്മിലുള്ള, അതായത് പെണ്ണ് കാണാൻ വന്ന ചെറുക്കനുമായിട്ടുള്ള കല്യാണ നിശ്ചയം നടക്കും. പക്ഷെ പിറ്റേന്ന് ഈ ആകാശ് ഒരു അമ്പലത്തിൽ പോയിട്ട് പറയും ആകാശിന്റെ ശ്രദ്ധയുടെ കല്യാണ നിശ്ചയം നടന്നത്. பையன் பேர் ஆகாஷ், பொண்ணு பேர் ஸ்ரதா. ഇത് കേൾക്കുന്നത് ആ ജോത്സ്യനാ. ഈ ജോത്സ്യൻ ചോദിക്കും നീ എന്തോ തോന്നിയസാണോ പറയുന്നത്? ഇന്നലെ കല്യാണം ഉറപ്പിച്ചത് മറ്റവരുടെ അല്ലേ. പക്ഷെ ഈ ആകാശ് പറയും അതൊക്കെ അവിടെ നടക്കും, പക്ഷെ നടക്കാൻ പോകുന്നത് ഞങ്ങൾ തമ്മിലുള്ള കല്യാണമാണ്. പിറ്റേന്ന് നമ്മുടെ ആ ഒരു സിനിമ ആക്ടർ നടക്കുന്ന ഒരാളില്ലേ, പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥ സെലക്ട് ചെയ്യുക. ഈ കഥ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി സെലക്ട് ചെയ്യുന്നത് ആകാശിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ஓ ஸ்டோரியே என் முதல் படத்தோட ஸ்டோரி ஆகிறேன். പുള്ളി പറയും ഇതിനകത്ത് ഹീറോയിസം ഉണ്ട്, മാസ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് റൊമാൻസ് ഇല്ല. அதுல ஹீரோயிசம் இருக்கு, அதுல ஒரு சின்ன ஓட்டை இருக்கு. ஹீரோயிசம் சூப்பரா இருக்கு, ஆனா ரொமான்ஸ் இல்லையே. അപ്പൊ ഈ റൊമാൻസിന് വേണ്ടി നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണെ കഴിയാൻ പ്രേമിക്കാൻ പറയും. உன் கதைக்கு லவ் மேட்டரை நான் தரேன். எங்க வீட்டு ஸ்ரத்தாக்கு தான் கல்யாணம் ஆகல, அவளை நீ லவ் பண்ணு. ഗൈസ് സീരിയസ്ലി ലോജിക്ക് നോക്കരുത്. അതുകൊണ്ട് വേണ്ടിയിട്ട് അവള് കുളിക്കുന്നിടത്ത് നീ വെള്ളം കൊണ്ട് പോകാനായിട്ട് ഇതേ ആകാശിനോട് പറയും. ഇത് കേൾക്കേണ്ട താമസം. അവള് കുളിക്കുന്നിടത്തോട്ട് ഈ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് പോവാം. പക്ഷെ പുള്ളി നോക്കത്ത് പോലും ഇല്ല, ഡീസന്റാ. എന്നിട്ട് പാട്ടിനകത്ത് കാണിക്കുന്ന കാണണം. പിറ്റേന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക. ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് വെച്ച് ഈ പൂജാരിയുടെ മുണ്ട് ഇവൻ അഴിക്കും. ഇതൊക്കെ കോമഡിയാ. എന്നിട്ട് ഈ നായിക്ക് ഡ്രസ്സ് ഉടുപ്പിച്ചൊക്കെ കൊടുക്കും. ആഞ്ജനേയ സ്വാമി. പിറ്റേന്ന് ബാറി വെച്ച് ഇതേ ശ്രദ്ധ ഒരു ശല്യപ്പെടുത്തും. ഈ ശല്യപ്പെടുത്തുമ്പോൾ ഇവളുടെ വുഡ്ബി ആകാൻ പോകുന്നവൻ കയറി ഇവനെ അടിക്കും.
പക്ഷെ ഇത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ 100-150 ഗുണ്ടകൾ ഒന്നിച്ചു വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വുഡ് ബി ആയിട്ടുള്ളവൻ പുറമോട്ട് വരും. ഈ സമയത്ത് ഇതേ ആകാശ് വന്ന് ഇവരെ ഇടിച്ചിടും. ഇതുപോലെ ഇവര് തമ്മിൽ സെറ്റായി ക്രഷ്. എങ്കിൽ പിന്നെ സ്ഥിരമായിട്ടുള്ള രവിയണ്ണന്റെ ആ ഫോറിൻ വെച്ചുള്ള ഡാൻസ് ഒക്കെ ഒന്ന് കാണിച്ചാലോ. ശ്രദ്ധ വീട്ടിൽ വെച്ച് പറയും, എനിക്ക് ആ വുഡ് ബി ആയിട്ടുള്ള അവനെ വേണ്ട, എനിക്ക് ആകാശിനെ കല്യാണം കഴിച്ചാൽ മതി. ഒടുവിൽ താന്ത സമ്മതിക്കും. ശരി, നീ എന്താ വേലും കാണിക്കും. അങ്ങനെ ശ്രദ്ധയുടെ ബർത്ത്ഡേ വന്നു. ഈ ബർത്ത്ഡേയുടെ അന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയാണ് ആകാശിന് ശ്രദ്ധയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഇത് കേൾക്കുന്ന ആകാശ് ഭയങ്കര ഹാപ്പി ആവും. மிஸ்டர் ஆகாஷ் நாராயணன் அவருக்கு என் பொண்ணை கட்டி வைக்கிறதா நான் முடிவு பண்ணிருக்கேன். എന്നിട്ട് പിന്നെ അവിടെ വെച്ച് കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഇത് പോട്ടെ. ഇത് കഴിഞ്ഞ് പുള്ളി സ്റ്റേജിൽ കയറിട്ട് പറയും, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. இந்த கல்யாணத்துல எனக்கு ഉടനെ അവിടുത്തെ CM ഉണ്ട്. ഈ CM ചോദിക്കും, പിന്നെ നിനക്ക് ആരെ ഇഷ്ടം? അവരെ ഞാനിപ്പോ സ്പോട്ടിൽ കെട്ടിച്ചേരും. உன் லவ் உண்மையா இருந்தா நீ லவ் பண்ற பொண்ணு யாருன்னு தைரியமா சொல்லு. நான் முன்னர்ந்து ஒரு கல்யாணத்தை நடத்தி வைக்கிறேன். ഉടനെ ഇവൻ പറയും, എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടം. நான் லவ் பண்ற பொண்ணு மிஸ் மீரா, நம்ம தமிழ்நாட்டு முதலமைச்சரோட ஒரே பொண்ணு. അവിടെ ഇന്റർവെല്ല് ഈ മോളാണ് മീര, അതായത് തമന്ന. ഓൾറെഡി റാഷി ഖന്ന ഒരു നായികയാണ്. ഇത് കൂടാതെയാണ് അടുത്ത ഹീറോയിൻ. അപ്പൊ 2 ഹീറോയിൻ. അങ്ങനെ ഒരു വമ്പൻ ഡിസ്റ്റോടുകൂടി പടത്തിന് ഇന്റർവെല്ല് അവിടെ ഇടും. എന്നിട്ട് അവിടെ കാണുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറോട് ചോദിക്കും, ഞാനിപ്പോ പറഞ്ഞ കാര്യമൊക്കെ നാളെ വൈറലാകത്തില്ലേ? എന്തോന്നടാ ഇതൊക്കെ. பிரதர், இதெல்லாம் நாளைக்கு பேப்பர்ல வரும். എല്ലാ പേപ്പറിലും നാളെ ഹെഡ്ലൈൻസ് ഇതാ. പിറ്റേ ദിവസം ഈ ന്യൂസ് ഫുള്ള്, അതായത് നമ്മുടെ ഇന്ത്യ ഫുള്ള് ന്യൂസിൽ ആകാശിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആകാശ് വൺ വൈറലാവുന്നു, സെലിബ്രിറ്റി ആവുന്നു. അങ്ങനെ ശ്രദ്ധ ആകാശിനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ റിജക്ട് ചെയ്തത്? ശരിക്കും പറയാൻ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇതിന് ആകാശിന് മറുപടി പറയും, ഞാൻ പറയും, അല്ല, എനിക്ക് മീരയാണ് ഇഷ്ടം. മീരയെ കാണാൻ വേണ്ടി ഞാൻ ഫോറിനി വരെ പോയിട്ടുണ്ട്. இன்னும் ஒரு நாள் பார்த்தா அவளை காணும். எங்கன்னு விசாரிச்சதுல படிக்கிறதுக்கு யூரோப் போயிட்டானாங்க. ഇതുപോലെ കുറെ കള്ളത്തരമൊക്കെ പറയും. ഇങ്ങനെ പറയുന്നത് എന്തിനാ? പടത്തില് ഫോറിനി വെച്ച് തമന്നയുടെ കൂടെ ഒരു ഡാൻസ് കൂടെ കാണാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അവിടെ വെച്ചേക്കുന്നത്. ഇവൻ ഈ ഒരു തൊലിഞ്ഞ ഊള ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മീര നിൽക്കും. മീരയോട് പറയും, അത് മനഃപൂർവ്വം ഞാൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടായി കല്യാണം വേണമെന്ന്. அந்த பொண்ணை கட்டி விடுறதுக்கு வேற வழி தெரியல. ஏன் அந்த பொண்ணு நல்லவல்லையா? കാരണം അവള് നല്ലൊരു പെങ്കൊച്ചല്ലേ. എന്നെ പോലെ വൃത്തികെട്ടവനും ആപാതനുമായ ഒരുത്തൻ എങ്ങനെയാണ് അത്രയും നല്ല പെണ്ണെ കല്യാണം കഴിക്കുന്നത്? நான் நல்லவே இல்லைங்க, அந்த பொண்ணு நல்ல பொண்ணு. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഒഴിഞ്ഞു മാറിയതാന്ന് പറയും. പക്ഷേ ഇത് കേൾക്കുന്ന മീര പറയും, എനിക്ക് നിന്റെ ഇഷ്ടമാണ്. നോക്കിക്കോണം, ഹോം മിനിസ്റ്ററുടെ മോള്, ചീഫ് മിനിസ്റ്ററുടെ മോള്, ഇവർക്ക് 2 ആൾക്കും ഇഷ്ടം ഇവരെയാണ്. അയ്യടാ, ചിരിയൊന്ന് നോക്കിക്കേ. പിറ്റേ ദിവസം ഒരാവശ്യമില്ലാതെ ബിക്കിനി ഡ്രസ്സിന്റെ ശ്രദ്ധയുടെ എൻട്രി. അതവിടെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഇത്ര നേരം ബോറടിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് കാണിച്ചതായിരിക്കും. ആ ബിക്കിനി ഡ്രസ്സിൽ വരുന്നത് ഇങ്ങനെ പല പല ആംഗിളിൽ ഇട്ട് കാണിക്കണം, അത് മസ്റ്റാ. ഇത് പറഞ്ഞ് ശ്രദ്ധയും മീരയും കൂടെ പരസ്പരം പറയാണ്, എനിക്ക് അവനെ ഇഷ്ടം. ഒന്ന മീര പറയും, എനിക്കും അവനെ ഇഷ്ടം. അങ്ങനെ 2 പേരും തമ്മിൽ പറയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും അവനെ ഇഷ്ടം. അങ്ങനെ ഇവളുമാര് തമ്മിൽ മുട്ട മഴക്ക് നടക്കും. പിറ്റേന്ന് CM-ഉം ഹോം മിനിസ്റ്ററും ചേർന്ന് ഇവന്റെ ഫ്ലാഷ് ബാക്ക്, അതായത് ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വെച്ചൊരു വമ്പൻ ടിസ്റ്റ്, അതായത് ഈ ആകാശിന്റെ റിയൽ അച്ഛൻ മരിക്കാൻ കാരണം ഈ CM ആണ്. இது அப்பா ஜெயநாராயணன். அவன் இங்க வந்தது என் பொண்ணை காதலிக்கவோ கல்யாணம் பண்றதுக்கோ இல்ல. അത് അവിടെ വെച്ച് ഈ CM മനസ്സിലാക്കുന്നു. അതിന്റെ ഇടയ്ക്ക്, അതായത് ഇത്രയും സീരിയസ് സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ആകാശം മീരയെ ഫോൺ വിളിച്ചിട്ട് ഗംഭി പറയും, என்னோட பட்டு போல அந்த குந்தலுக்கு நடுவுல கொஞ்சமா சர்ன்னு அழகா கீழே வந்து. എന്നിട്ട് അവിടെ ഒരു പാട്ട്. പിറ്റേന്ന് CM-ഉമായിട്ട് ഈ ആകാശിന് ഒരു മീറ്റിംഗ്. അവിടെ വെച്ച് ഈ CM ചോദിക്കുന്നു, നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? ഉടനെ പറയും, എന്റെ അച്ഛനെ നാട്ടുകാരെല്ലാരും കൂടി തല്ലിക്കൊന്നതാ. ഇതല്ലേ സ്വഭാവം, പിന്നെ എങ്ങനെ കൊല്ലാതിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെ വെച്ച് CM കൺവിൻസ് ആവുന്നു. ആകാശിന്റെ അച്ഛൻ ഒരു വൈദ്യനാ, പുള്ളി ഫ്രീ ആയിട്ട് മെഡിസിൻ ഒക്കെ കൊടുക്കും. പക്ഷെ ഈ ഒരു കാര്യം കാരണം ആരൊക്കെ ചേർന്ന് പുള്ളിയെ ചതിച്ച് അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അത് ലാസ്റ്റിലേ പറയത്തുള്ളൂ. മിനിസ്റ്റർ പറയും, നീ എന്റെ മോളെ വിട്ടുപോകും. ആകാശ് പറയും, പോത്തിലുള്ള. ആകാശ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ട് മിനിസ്റ്ററുടെ കൈ കൊടുക്കും. சூசைட் நோட், என் சாவுக்கு நான் மட்டுமே காரணம்னு அதில் எழுதியிருக்கேன். എന്നിട്ട് പറയും, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റിയ കൊന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ കേട്ടു. ഇത് കേൾക്കുന്ന മിനിസ്റ്റർ വെറുതെ വിടുവോ? മിനിസ്റ്റർ പറയും, 24 മണിക്കൂറിൽ നിന്നെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചേരുമെന്ന് പറയും. நீ சேலஞ்ச் பண்ண மாதிரியே இன்னும் 24 ஹவர்ஸ்ல உன்னை என்னால பணமாக்க முடியலன்னா என் பொண்ணை உனக்கு கல்யாணம் பண்ணி கொடுக்குறேன்.
പോകുന്ന വഴിക്ക് ആകാശിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് ഗുണ്ടകളും വരും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ആകാശ് ഒരു ന്യൂസ് ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും. എന്നിട്ട് ആ കോമഡി ഫൈറ്റും കൂടെ ചേർന്ന് എന്തൊക്കെയോ കാട്ടവരാതം വീണ്ടും കാണിക്കും. What a timing, sir! What a timing! அந்த டைமிங்லாம் விட்டு தள்ளி അങ്ങനെ ഈ ഫൈറ്റും പഴവും എല്ലാം കഴിഞ്ഞ് 24 മണിക്കൂറും കഴിഞ്ഞ് ഈ മിനിസ്റ്റർ എടുത്ത് എന്നിട്ട് പറയും, നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചാടാ. പിന്നെ അതിന്റെ പേര് ബാർഗൈനിങ് നടക്കും. അങ്ങനെ ആ ബാർഗൈനിങ് നടന്നു കഴിയുമ്പം ഈ മിനിസ്റ്റർ പറയും, ഒരു കാര്യം ചെയ്യും, 500 കോടി രൂപ തരാം, നീ എന്റെ മോളെ വിട്ടുപോ. 500 crores cash തര ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ആകാശ് ഈ ഡീൽ നോക്കാവും. உங்க டீல் எனக்கு ஓகே சார். പക്ഷെ ഇതെല്ലാം മിനിസ്റ്റർ ഷൂട്ട് ചെയ്ത് ഇതേ മകളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതറിയുന്ന മീരയ്ക്കും ശ്രദ്ധയ്ക്കും ഇവനോട് ദേഷ്യമാവും. ഇത് ചോദിക്കാനായിട്ട് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ തന്തയ്ക്കൊക്കെ വിളിക്കും. அவர் சேவங்கிற பேர்ல ஜனங்களை கொண்டாரு, நீ காதலுங்கிற பேர்ல எங்களை கொண்டுட்ட. ഇത് പറഞ്ഞ പറയും, നീയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. ஒரு வார்த்தை எங்க அப்பாவை பத்தி தப்பா பேசுனீங்க. എന്നിട്ട് ഈ തന്തയുടെ ഫ്ലാഷ് ബാക്ക് കൊടുക്കണം. തന്ത ഒരു വൈദ്യനാണ്. ഈ വൈദ്യനായതുകൊണ്ട് തന്നെ ഇയാൾ ഫ്രീ ആയിട്ടാണ് ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ഒരു പാർട്ടി നേതാവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ആളുകൾക്ക് നല്ലത് ചെയ്യും. ഈ ആളുകൾക്ക് നല്ലത് ചെയ്യാനായിട്ട് ഇയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. പക്ഷെ ഇത് ഈ CM-ന്, അതായത് ഇപ്പോഴത്തെ CM അന്ന് വെറും ഒരു പാർട്ടിക്കാരനാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. പുള്ളി ഓരോരോ ചതിയൊക്കെ നടത്തി ഇയാളെ കൊല്ലിക്കും. അങ്ങനെ ഈ CM ആണ് ഈ അച്ഛനെ കൊന്നതെന്ന് ഈ ആകാശ് മനസ്സിലാക്കുന്നു. ഈ ആകാശ് എവിടെ വെച്ചാൽ മനസ്സിലാക്കുന്ന അറിയോ? നമ്മൾ ആദ്യ സിനിമയ്ക്കകത്ത് ഇവൻ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ, ആ ഒരു സ്പോട്ടിൽ വെച്ച് ആ പെണ്ണിന്റെ വല്യച്ഛൻ ഇവന്റെ റിയൽ അച്ഛനുമായിട്ട് ഒരു കൂട്ടുകാരനാണ്. അത് ആ സ്പോട്ടിൽ വെച്ച് അവൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ശരി, അതായത് ആദ്യം പെണ്ണ് കണ്ട വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത ആ പ്ലാനാണ് ഇവിടെ വരെ വന്നു നിൽക്കുന്നത്. ഈ കഥ കേട്ട ഇവളുമാർക്ക് രണ്ടുപേർക്ക് ഇവനോട് സിമ്പതിയാകുന്നു. പിന്നെ ഷോർട്ട് ഡ്രസ് ഒക്കെ ഇട്ട് പാട്ടും ഡാൻസും ആണ് പിന്നെ കാണിക്കുന്നത്. ഉള്ളി ഇത് നോക്കി ചുമ്മാ ആയിരിക്കും, രണ്ട് സൈഡിൽ ഇവളുമാരെ വെച്ച് ഡാൻസ് കളിക്കും. சின்ன மழை தூரலாக பசியெடுத்த நேரத்தில் பச்சரிசி சோறு போல മീര ഈ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് തന്തയെ ഊക്കിവിടും. പിന്നെ നേരെ ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അതായത് ഈ ആകാശിന്റെ കൂട്ടുകാരെയൊക്കെ ഈ CM കൊല്ലും, CM-നെ തിരിച്ച് ആകാശ് കൊല്ലും. എന്നിട്ടാണ് ആദ്യം കണ്ടുകൂട്ട് ആ ചെളിക്കുണ്ടിലിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ തന്തയെ കൊന്നതിന്റെ പിറ്റേ ദിവസം ഇവർ ഇവളെ പോയി കെട്ടും. അങ്ങനെ പണം തീരും. ഈശ്വര കണ്ണു തുറന്ന് ദേ ഒരു തോക്ക് എണ്ണീറ്റ് എടാ ഭീകരാ മകൾ മിന്നി മറയുന്നു. ആരാടാ പറഞ്ഞ ഇതെന്ത് അറുതല മാസ്, ഇതെന്ത് ചെവിയാന്നും പറയും ഇവന്റെ ഇതെന്ത് 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ.